നമ്മുടെ ആവശ്യങ്ങളുമായി നാം ദൈവത്തെ സമീപിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നാളെക്കുറിച്ചും നമ്മളുടെ ഭാവിയെക്കുറിച്ചും വളരെയധികം ആശങ്കകളും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തെ, മനസ്സിനെ പലപ്പോഴും വേട്ടയാടാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം നാം ഓർക്കേണ്ടത് ദൈവം നാളേക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ തുടർമാനം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ 32-ാമത്തെ വാക്യത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു: എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു കർത്താവുമായിട്ട് കൂടെ ശിഷ്യന്മാർ, അവരോടൊപ്പം ഒരു കൂട്ടം ജനം വചനം കേൾക്കുവാനായിട്ട് 3 ദിവസത്തോളം യേശുവിനോടൊപ്പം സമയം ചെലവഴിച്ചു. യേശുവിൻ്റെ കൂടെ വചനം കേട്ടിരുന്നപ്പോൾ സമയവും ദിവസങ്ങളും പോയത് അവരറിഞ്ഞില്ല. അവരുടെ ആവശ്യങ്ങളെക്കാട്ടിലും അവരുടെ മറ്റ് കാര്യപരിപാടികളെക്കാട്ടിലും ഒക്കെ അപ്പുറത്തായിട്ട് ആ വചനത്തിൽ ലയിച്ച് ആ ദൈവിക സന്തോഷം അനുഭവിച്ച് അവർ 3 ദിവസം യേശുവിനോട് കൂടെ ഇരുന്നു. അങ്ങനെ കൂടെ ഇരുന്ന ജനം ഇപ്പോൾ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവരെ പറഞ്ഞയക്കേണ്ട സമയമായി. അവരവരുടെ ഊരുകളിലേക്കും ഭവനങ്ങളിലേക്കും മടങ്ങിപ്പോകേണ്ട സമയം വന്നപ്പോൾ യേശു കൂടെയിരുന്ന, വചനം കേട്ട, ആത്മീക സന്തോഷം അനുഭവിച്ച ഈ ജനത്തിൻ്റെ ആവശ്യത്തെ മുൻകൂട്ടി അറിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇങ്ങനെ അവർ വിശന്നും ദാഹിച്ചും കടന്നു പോയാൽ വഴിയിൽ വെച്ച് ഒരുപക്ഷെ അവർ തളർന്നു പോയേക്കും. യേശുവിന് അവരെ കണ്ട് മനസ്സലിവ് തോന്നി. അവരുടെ ഇന്നിൻ്റെ വിശപ്പിനെ മാത്രമല്ല, അവരുടെ വഴിയിൽ വെച്ച് ആ യാത്രക്കിടയിൽ അവർ തളർന്നു പോകാതെ അവർ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തുന്നത് വരെ അവർക്കു വേണ്ടി ഓർത്ത് വിഷമിക്കുന്ന, അവരുടെ നാളെ അറിഞ്ഞ്, ആവശ്യങ്ങളെ അറിഞ്ഞ് മനസ്സലിവ് തോന്നുന്ന ഒരു യേശുവിൻ്റെ ഹൃദയം നമുക്കിവിടെ കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ട് ദൈവത്തോട് പിറുപിറുക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ തന്നെ ഒരു ചിന്താകുലം നിറഞ്ഞ, ആകുല ചിന്തകൾ നിറഞ്ഞ പ്രാർത്ഥനാ വാക്കുകളാണ് പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയുന്നത്. വചനം പറയുന്നത് ദൈവത്തെ എല്ലാ കാര്യവും സ്തോത്രത്തോടുകൂടെ അറിയിക്കണമെന്ന, എന്നാൽ സ്തോത്രത്തെക്കാൾ ഉപരി നമ്മുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആകുലതയാണ്. അത് പലപ്പോഴും എനിക്കും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച ഒരു ദൈവ സന്ദേശമാണ്, ഒരു ദൈവ ശബ്ദമാണ്. അങ്ങനെ നിൻ്റെ ആവശ്യത്തിന് വേണ്ടി നീ ചിന്തിക്കുന്നതിന് മുമ്പേ, നീ ദൈവത്തിൻ്റെ അടുക്കൽ ആ ആവശ്യവുമായിട്ട് സമീപിക്കുന്നതിന് മുമ്പേ നിൻ്റെ നാളെ ഓർത്ത് അറിയുന്ന, നിൻ്റെ നാളേക്ക് വേണ്ടി കരുതുന്ന, മനസ്സലിവ് തോന്നുന്ന ഒരു ദൈവമാണ് നിൻ്റെ ദൈവം. ആ ദൈവത്തെ അനുഭവിക്കുവാനും അറിയുവാനും കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നിങ്ങളുടെ നാളത്തെ ആവശ്യം, നിങ്ങളുടെ വഴിയാത്രയിൽ നാളുകളിലേക്കുള്ള നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി, ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി കരുതുവാൻ ദൈവം പ്രാപ്തനാണ്. ദൈവത്തിന് നിങ്ങളോട് മനസ്സലിവ് തോന്നുന്നു. അവൻ നിങ്ങളെ സഹായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും വലിയ ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്നവർ എന്നെ കാണുന്നുണ്ടെങ്കിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ദൈവം കരുതുന്നവനാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ. നാം അധ്വാനിക്കുന്നതിലും നാം കഠിനപ്രയത്നം ചെയ്യുന്നതിനുമൊക്കെ അപ്പുറത്തായിട്ട് ദൈവം നമുക്ക് വേണ്ടി കരുതും. നമ്മുടെ ആവശ്യം അറിഞ്ഞ് ദൈവം കരുതും. വഴിയാത്രയിൽ ദൈവം കരുതും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിനായിട്ട് ഒരു സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി. അമേരിക്കയിൽ
ചില വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് മൂവ് ചെയ്തു വന്നൊരു ഫാമിലി, അവരുടെ ആ മൂവിങ് ടൈമിൽ അവർക്ക് നല്ല ജോലിയൊന്നുമില്ല, വളരെ കഷ്ടപ്പെടുക. അവർക്ക് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് നമുക്കറിയാമല്ലോ, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം കുഞ്ഞിൻ്റെ പല ആവശ്യങ്ങളുണ്ട്. മിൽക്ക് പൗഡർ അല്ലെങ്കിൽ ഡയപ്പർ, ഇങ്ങനെ തുടങ്ങി ഒത്തിരി ആവശ്യങ്ങൾ ഓരോ ആഴ്ചയിലും അവർക്കിതൊക്കെ ആവശ്യം വരും. അപ്പം ഈ ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ വരുമ്പോഴെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ, അതായത് കുഞ്ഞിന് വേണ്ട ആവശ്യ സാധനങ്ങൾ കൊണ്ടുവരണം. ഭർത്താവ് ആ കോള് കേട്ടു, ആ കോള് കട്ട് ചെയ്തു. തൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊന്നും മേടിക്കാനുള്ള പൈസയില്ല. താൻ വളരെ ബുദ്ധിമുട്ടി, താൻ മനസ്സിനകത്ത് ഭാരപ്പെട്ടു. എന്നാൽ മറ്റാരോടും ഈ വിഷയമൊന്നും പറഞ്ഞില്ല. താൻ തൻ്റെ ജോലി സ്ഥലത്ത് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. തൻ്റെ കയ്യിൽ ആ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പം തൻ്റെ കയ്യിൽ അല്പം പണം ആ വ്യക്തി കൈമാറാനിടയായി തീർന്നു. ചില മിനിറ്റുകൾക്ക് മുമ്പാണ് തൻ്റെ ഭാര്യ വിളിച്ചിട്ട് തൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഈ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി തനിക്ക് പണം തന്നപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് എനിക്ക് ഈ പണം? എനിക്ക് ഈ പണത്തിൻ്റെ ആവശ്യമില്ല. ഉടനെ ആ വ്യക്തി പറയാണ്, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം തരുന്നത്, നിനക്ക് വേണ്ടിയിട്ടല്ല. നിൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഈ പണം നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വ്യക്തി ആ പണം തന്നെ ഭരമേൽപ്പിച്ച് അല്ലെങ്കിൽ കയ്യിലേൽപ്പിച്ചിട്ട് കടന്നുപോയ ആ ഒരു അനുഭവം താൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിനെ അത് വളരെ തണുപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റുള്ളവരെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ കരുതുന്നതിന് മുമ്പ് ദൈവം കരുതിയിട്ടുണ്ട്. ഏലിയാവിന് വേണ്ടി കാക്കയോട് കൽപ്പിച്ചാക്കിയ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും ചിലരോട്, വ്യക്തികളോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭാരപ്പെടുമ്പം, നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ, എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുമ്പം ദൈവം പറയുന്നത്, ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അരുളി ചെയ്തിട്ടുണ്ട്, ഞാനതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ യാത്രയ്ക്കിടയിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കരുതുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഞാനിവിടെ നിർത്തട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.